എല്ലാവർക്കും നമസ്കാരം. ലിബർ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചി ബിലാസ്പൂർ ട്രെയിൻ, അതിലാണ് ഞാൻ ഛത്തീസ്ഗഡിലുള്ള എൻ്റെ അടുത്ത ബന്ധും മിത്രാദികളെ കാണാൻ പോയത്. ആ ട്രെയിനിൽ കുംഭമേളയ്ക്ക് പോകുന്ന കുറച്ച് ഭക്തരുണ്ടായിരുന്നു. ദീർഘയാത്രയാണല്ലോ, സഹയാത്രികർ തമ്മിൽ ചർച്ചകൾ പതിവാണ്. അവിടെയും ചർച്ചയുണ്ടായി. കുംഭമേളയിൽ ഇതിനകം എത്ര പേർ പങ്കെടുത്തു എന്നതായിരുന്നു ഒരു വിഷയം. 40 കോടി എന്നാണ് ഭക്തർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത്രയ്ക്കൊന്നും ഉണ്ടാകില്ല. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വിശദീകരിക്കാൻ പോലും അവർ എനിക്ക് അവസരം തന്നില്ല. കാരണം അവരുടെ വിശ്വാസം അത്രയ്ക്ക് കഠിനമായിരുന്നു. ദുർഗിലെത്തി പിറ്റേ ദിവസം തന്നെ ഞാൻ രാജാറയിലേക്ക് പോയി. എനിക്കവിടെ കുറച്ച് ഛത്തീസ്ഗഡി സുഹൃത്തുക്കളുണ്ട്. 1987 മുതലുള്ള ബന്ധമാണ്. ദുർഗിൽ നിന്നും 90 കിലോമീറ്റർ അകലെയുള്ള ഒരു റിമോട്ട് ഏരിയയാണ് രാജാറ. അവിടെ ഇരുമ്പിൻ്റെ ഖനികൾ നിറഞ്ഞ മലകളുണ്ട്. ആ മലകൾക്ക് മറുവശത്ത് കാടിൻ്റെ നടുവിലായി നമ്മുടെ ഛത്തീസ്ഗഡിക്ക് ഒരു ഫാം ഹൗസ് ഉണ്ട്. കോളിഫ്ലവറും വാഴയും വെണ്ടക്കയും മാവും പയറും കോഴിയും ആടും ഒക്കെ ഉള്ളൊരു ഫാം. ഞങ്ങളവിടെ ഛത്തീസ്ഗഡ് രീതിയിൽ ഉരുളൻകിഴങ്ങ് മുഴുവനോടെ ഇട്ട ഒരു മട്ടൻ കറിയൊക്കെ തയ്യാറാക്കി മൗവയും വരുന്നത് നോക്കി ഇരിക്കുമ്പോൾ വീണ്ടും ഈ കുംഭമേള കടന്നു വന്നു. അവരും പറഞ്ഞത് 40 കോടി ആളുകൾ എന്ന് തന്നെയാണ്. പിന്നീട് ഞാൻ അവിടെ നിന്ന് കാറിൽ കുംഭമേളയ്ക്ക് പോയി. 630 കിലോമീറ്റർ ഉണ്ട് ദുർഗിൽ നിന്ന് അലഹാബാദിലേക്ക്. ഡ്രൈവർ അടക്കം ഞങ്ങൾ 5 പേരുണ്ട്. അതിൽ ഒരാൾ മോദിജിയുടെ ആരാധകൻ. അവൻ വെല്ലുവിളിച്ചു, 40 കോടി ഒരാൾ കുറയില്ല, തൊട്ടെണ്ണാനൊന്നും പറ്റില്ല, പക്ഷേ 40 കോടി കവിഞ്ഞിട്ടുണ്ട്. കുംഭമേള കഴിഞ്ഞ് ഞാൻ ദുർഗിലേക്ക് തിരിച്ചു പോയി. കേരളത്തിലേക്കുള്ളതടക്കം പല ട്രെയിനുകളും ക്യാൻസൽ ചെയ്ത് കുംഭമേളയ്ക്ക് വിട്ടിരിക്കുകയാണ്. നാട്ടിലേക്ക് വരണമെങ്കിൽ നാഗപ്പൂരിൽ വരണം. അവിടെ നിന്ന് കേരളയുണ്ട്. അത് പിടിക്കാനായി ട്രെയിനിൽ നാഗപ്പൂരിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൽ ജോലിയുള്ള ഒരു മലയാളി സുഹൃത്തിനെ പരിചയപ്പെട്ടു. അയാളും പറഞ്ഞു 40 കോടി. ഫേസ്ബുക്ക് നോക്കിയപ്പോൾ സംഘപരിവാർ വക്താവായ മാന്യ സുഹൃത്ത് ജയരാജ് എന്ന സുഹൃത്തും എഴുതിയിരിക്കുന്നു 40 കോടി. ആരാണ് ഈ 40 കോടി കണ്ടുപിടിച്ചത്? ഇതിനൊക്കെ ഒരു കണക്കില്ലേ? ഇവിടെ നമ്മുടെ നാട്ടിലൊരു പൊങ്കാലയുണ്ട്. ആറ്റുകാലിൽ നടക്കുന്ന സ്ത്രീകളുടെ പൊങ്കാല. അവിടെ എത്തുന്ന സ്ത്രീകൾ 25 ലക്ഷമാണ് എന്നും പറഞ്ഞ് ഒരു ഗിന്നസ് റെക്കോർഡുണ്ട്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി അമ്പലം കമ്മിറ്റിക്കാർ അവരുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുമുണ്ട്. ശബരിമലയിലാണെങ്കിൽ 32.5 ലക്ഷം ആളുകളും അതുപോലെ 41.5 കോടി രൂപ വരവും ഉണ്ട്. അതും ഒരു കണക്കാണ്. ഈ അവകാശവാദങ്ങളൊക്കെ ശരിയാണോ? ഓരോ അവകാശവാദവും പരിശോധിക്കാൻ വഴിയുണ്ട്. ആറ്റുകാലിൽ അടുപ്പ് വയ്ക്കാൻ വേണ്ടി വരുന്ന സ്ഥലവും അവർ അതിനായി ഉപയോഗപ്പെടുത്തുന്ന ഏരിയയും കണക്ക് കൂട്ടിയാൽ എത്ര ലക്ഷം പേർ വന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. അതുപോലെ ശബരിമല സീസണിലുള്ള മൊത്തം ദർശന സമയവും ഒരു വ്യക്തിക്ക് ദർശനത്തിന് വേണ്ട സെക്കൻഡും കണക്ക് കൂട്ടിയാൽ അവിടുത്തെ യഥാർത്ഥ കണക്കും നമുക്ക് കിട്ടും. അപ്പോൾ ഈ കുംഭമേളയുടെ 40 കോടി നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഇന്ത്യയിലെ ജനസംഖ്യ വെച്ച് ഏകദേശം ഒരു കണക്ക് നമുക്ക് കൂട്ടാം. 140 കോടിയാണല്ലോ ഇന്ത്യയുടെ ജനസംഖ്യ. അതിൽ 100 കോടി ഹിന്ദുക്കൾ. അവർ 2 പേരിൽ ഒരാൾ അവിടെ വരുമോ? ഒരിക്കലുമില്ല. ഹിന്ദുക്കളിൽപ്പെട്ട 3 പേരിൽ ഒരാൾ വന്നാൽ 33 കോടി 33 ലക്ഷം പേർ ആയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. അതും വരില്ല. എന്തുകൊണ്ട് വരില്ല? ജ്യോത്സ്യൻ നിശ്ചയിക്കുന്ന ദിവസം നോക്കി ദൈവത്തെ കാണണം എന്ന് എല്ലാ ഹിന്ദുക്കളും കരുതുന്നില്ല. അതൊരു സിമ്പിൾ റീസണാണ്. അതിലും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമാണ്. ഇന്ത്യക്കാരിൽ കോടിക്കണക്കിന് പേർക്ക് യാത്ര ചെയ്യാനുള്ള പണമില്ല. 2023 സെപ്റ്റംബറിൽ വേൾഡ് ബാങ്ക് ലോകത്തുള്ള ദരിദ്രരെ കണക്കെടുത്തു. $3.65, അതായത് 316 രൂപ ദിവസം വരുമാനമില്ലാത്തവരാണ് ദരിദ്രൻ. അങ്ങനെ നോക്കിയപ്പോൾ ഇന്ത്യയിൽ 40% പേർ 316 രൂപ ദിവസ വരുമാനമില്ലാത്തവരാണ്. അതിലും പരമദരിദ്രരെ കണ്ടെത്താൻ വേണ്ടി അവർ മറ്റൊരു ദാരിദ്ര്യരേഖ വരച്ചു. വെറും 181 രൂപ പോലും ദിവസ വരുമാനമില്ലാത്തവരാണ് പരമദരിദ്രൻ. അങ്ങനെയുള്ള പരമദരിദ്രർ ഇന്ത്യയിൽ 10% വരും. ഇവരൊക്കെ കാശ് പലിശക്കെടുത്തോ കൂര വിറ്റോ കുംഭമേളയ്ക്ക് വരുമോ? അങ്ങനെ വന്നാലല്ലേ ഈ 40 കോടി തികയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ പക്ഷപാതികൾ ചോദിച്ചേക്കാം, 2012 മുതൽ 2021 ഇടയിൽ ഒരുപാട് സമ്പത്തുണ്ടായില്ലേ? അതും വേൾഡ് ബാങ്ക് പറയുന്നില്ലേ? അതെന്താ നിങ്ങൾ വിമർശകർ പറയാത്തതെന്ന്? ശരിയാണ്, സമ്പത്തുണ്ടായി. എന്നാൽ അതെല്ലാം വെറും 1% പേരിലാണ് കുന്നുകൂടിയത്. ഇത് സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങളും നടന്നിട്ടുണ്ട്. BBC ആ പഠനം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇന്ത്യയിൽ ദരിദ്രനും സമ്പന്നനും തമ്മിലുള്ള വിടവ് ഏറിയിരിക്കുന്നു. ഇക്കാര്യം നേരിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നോർത്ത്, സെൻട്രൽ, വെസ്റ്റേൺ ഇന്ത്യയിലൂടെ തലങ്ങും വിലങ്ങും മിനിമം 500 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. എന്തിനാണ് ഈ ഭക്തി വ്യവസായ സംഘാടകർ ആളുകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുന്നത്? അവരെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശം നിസാരമല്ല.
കോടികൾ പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് പ്രചരിപ്പിക്കുന്നതിലൂടെ അവർ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഷേപ്പ് ചെയ്യുകയാണ്. ഇത്രയും പേർ ഒരു കാര്യവുമില്ലാതെ വരില്ലല്ലോ എന്ന രീതിയിൽ അവർ നിങ്ങളിൽ ആഗ്രഹം ജനിപ്പിക്കുന്നു. ഇനി ഒന്നുമില്ലെങ്കിലും അതൊരു മികച്ച അനുഭവം ആയിരിക്കും എന്നവർ നിങ്ങളോട് പറയുന്നു. മോക്ഷവും പുണ്യവും സമൃദ്ധിയും മാത്രമല്ല അവർ അവിടെ വിൽക്കുന്നത്, അനുഭവങ്ങളും വികാരങ്ങളും വിൽക്കുന്നു. നിങ്ങളെ കണ്ടെത്തണമെങ്കിൽ വൈവിധ്യമുള്ള ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് നിങ്ങളോട് അവർ പറയുന്നു. വിവിധ തരം വികാരങ്ങളുടെ ഒരു സ്പെക്ട്രം അനുഭവിക്കാൻ നിങ്ങളെ തന്നെ തുറന്നു വയ്ക്കൂ എന്നവർ പറയുന്നു. അതിന് നിങ്ങളുടെ ദൈനംദിന രീതികളിൽ മാറ്റം വരുത്തണം. പതിവ് സാഹചര്യങ്ങളെ വിട്ടൊഴിയണം. ഭാരതീയരുടെ സംസ്കാരവും ഗ്രന്ഥങ്ങളും രുചികളും രീതികളും മനസ്സിലാക്കണം. അതിന് ദൂരദേശങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം. അങ്ങനെ കുംഭമേളയിലെത്തി ഗംഗയും യമുനയും സരസ്വതിയും ചേരുന്ന ത്രിവേണി സംഗമത്തിലെ പുണ്യതീർത്ഥത്തിൽ മുങ്ങിയൊന്ന് നിവർന്നാൽ നിങ്ങൾക്ക് സ്വയം തോന്നും പുതിയ അനുഭവങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിച്ചിരിക്കുന്നുവെന്ന്. അതുവഴി നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിച്ചിരിക്കുന്നു എന്നും നിങ്ങൾക്ക് തോന്നും. ഇങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യുന്നവരുടെ മാർക്കറ്റിങ്ങിനോട് സിങ്കാകാൻ പറ്റിയ രീതിയിലാണ് നമ്മുടെ തലയും നിൽക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള റൊമാൻറ്റിക് പുറത്തുള്ള വൈവിധ്യങ്ങൾ തപ്പാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഉള്ളിലിരുന്ന് അവൻ പറയുന്നു, പോകൂ, വ്യത്യസ്ത ദേശങ്ങളിലുള്ള വൈവിധ്യങ്ങളെ നേരിട്ട് കാണൂ, പരിചയപ്പെടൂ, അനുഭവിക്കൂ, നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളുടെ ചക്രവാളങ്ങൾ വികസിപ്പിക്കൂ, നിങ്ങളുടെ കഴിവുകളെ വീണ്ടെടുക്കൂ. അവിടെ മുങ്ങുന്നതിന് മുമ്പുള്ള നിങ്ങളല്ല മുങ്ങിക്കഴിഞ്ഞ നിങ്ങൾ. ഞാൻ കാണുന്ന നിങ്ങളല്ല എന്നെ കാണുന്ന നിങ്ങൾ എന്ന ഇളയിടം മാഷിൻ്റെ വചനം നമുക്കിപ്പോൾ ഓർക്കാം. കുംഭമേളയ്ക്ക് പോയാൽ എന്തെങ്കിലും കാണാനുണ്ടോ? എന്തിനാണ് എല്ലാവരും അങ്ങോട്ട് പോകുന്നത്? പലർക്കുമുള്ള സംശയമാണ്. അവിടെ കാണാനുള്ളത് നദികളുടെ സംഗമമാണ്. നദികളിൽ ഒഴുകി നടക്കുന്ന വഞ്ചികൾ കാണാം. നദിയുടെ കരയിലുള്ള ക്ലിഫിൽ അക്ബർ ചക്രവർത്തി പണ്ട് പണിത നല്ലൊരു കോട്ട കാണാം. ഇതല്ലാതെ വേറെ ഒന്നും കാണാനില്ല. ശിവരാത്രി ദിനത്തിൽ കോട്ടയ്ക്ക് മുകളിൽ തെളിയുന്ന ഒരു ജ്യോതി, നദിയിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു അത്ഭുത താമരപ്പൂ, അങ്ങനെ ഒന്നുമില്ല. യൂണിഫോമില്ല, മുദ്രാവാക്യങ്ങളില്ല. അതുകൊണ്ട് ശബരിമലയ്ക്ക് പോകുന്നത് പോലെയുള്ളൊരു കുംഭമേളയ്ക്ക് പോകുമ്പോൾ കിട്ടൂല. അടിപൊളി മുദ്രാവാക്യവും മുഴക്കിക്കൊണ്ട് പ്രത്യേക യൂണിഫോമിലാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത്. യാത്രാവേളയിൽ തന്നെ ഒരു അനർവചനീയമായ പരമാനന്ദം ഭക്തർ അനുഭവിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ പണിതു വെച്ചിട്ടുള്ളത്. ചോദ്യവും ഉത്തരവും ആ മുദ്രാവാക്യങ്ങളിലുണ്ട്. കെട്ടും കെട്ടി എന്നൊരാൾ ചോദിച്ചാൽ ശബരിമലയ്ക്ക് എന്നാണ് ഉത്തരം. ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. എന്നാൽ ഇത്തരം എൻഗേജ്മെൻറ്റ്സ് ഒന്നും കുംഭമേള യാത്രയിലില്ല. ഭക്തർ ബോറടിച്ച് ഭ്രാന്തായി കുത്തിയിരിക്കണം. അടുത്ത കുംഭമേളയാകുമ്പോഴേക്കും ശബരിമല സ്റ്റൈലിൽ കുറച്ച് മുദ്രാവാക്യ ചോദ്യോത്തരങ്ങൾ ഡിസൈൻ ചെയ്യാൻ ബഹുമാനപ്പെട്ട കുംഭമേള സംഘടനാ സമിതിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുംഭമേളയിലെത്തിയാൽ എന്താണ് ഒരു ഭക്തൻ്റെ എൻഗേജ്മെൻറ്റ്സ്? പ്രധാനമായും പുഴയിൽ മുങ്ങൽ തന്നെ, കുളി, അതായത് സ്നാനം. എങ്ങനെയാണ് അവിടുത്തെ സ്നാനം? എന്താണ് ഈ ത്രിവേണി സംഗമം? അതൊന്ന് പരിശോധിക്കാം. ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ 3 നദികൾ ചേരുന്ന ഇടം എന്നാണ് അർത്ഥം. പക്ഷേ 2 നദികളെ കാണുന്നുള്ളൂ, ഗംഗയും യമുനയും. അതുകൊണ്ട് ദ്വിവേണി സംഗമം മാത്രമേ അവിടെ ഉള്ളൂ. ഗംഗയും യമുനയും അലഹാബാദിൽ ഒരുമിക്കുകയാണ്. ഗംഗയുടെ സഞ്ചാരപാതയ്ക്കും യമുനയുടെ സഞ്ചാരപാതയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമായിരുന്നത്രേ പണ്ടത്തെ ആര്യാവർത്തം. ആര്യാവർത്തം എന്നാൽ ആര്യന്മാർക്ക് ഹാൻഡ് ഉണ്ടായിരുന്ന ഇടം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിന് കിഴക്കുള്ള ദേശങ്ങളെല്ലാം ആര്യന്മാർക്ക് മ്ലേച്ഛ ദേശങ്ങളായിരുന്നു. അതായത് ബംഗാൾ, ബീഹാർ, ആസാം, ഒറീസ ഒക്കെ മ്ലേച്ഛ ദേശങ്ങൾ. ആര്യബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ദേശമാണ് നല്ല ദേശം, അല്ലാത്തതൊക്കെ പൊട്ട. അവരുടെ ഉപദേശങ്ങൾ കേട്ട് ഭരിക്കാത്ത രാജാക്കന്മാരുടെ ദേശങ്ങൾ തുടങ്ങുന്ന സ്ഥലമാണ്. അതാണ് ഈ ത്രിവേണി സംഗമത്തിൻ്റെ പ്രാധാന്യം. അല്ലാതെ 3ാമത്തെ നദിയായ സരസ്വതി കൂടി അവിടെ വരുന്നു എന്ന ഒരു വിഷയവുമില്ല. അങ്ങനെ ഒരു 3ാമത്തെ നദി ഒരു കാലത്തും അവിടെ ഒഴുകി വന്നിട്ടില്ല. പിന്നെ പറയുന്നുണ്ട് 2 നദികളല്ല, 3ാമത്തെ ഒരു നദി കൂടിയുണ്ട്, അത് അദൃശ്യയാണ് എന്ന ഒരു ഭാവന അതേതോ ഒരു കുശാഗ്രബുദ്ധിയുടെ മണ്ടയിൽ ഉദിച്ച ആശയമാണ്. അത് ബർട്രാൻഡ് റസലിൻ്റെ പ്രസിദ്ധമായ പ്രസ്താവന പോലെയാണ്. ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയിലൂടെ ഒരു ചായക്കോപ്പ കറങ്ങി നടക്കുന്നുണ്ട്. ശക്തിയേറിയ ദൂരദർശിനി ഉപയോഗിച്ചാൽ പോലും അത് കണ്ടെത്താനാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ. സരസ്വതി എന്ന നദി വേദങ്ങളിലെ പരാമർശമാണ്. അത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഗുജറാത്തിലെ കച്ച് മരുഭൂമിയിലേക്കാണ് ഒഴുകിയിരുന്നത്. 5000 വർഷം മുമ്പ് ആ ഭൂമിയിൽ വെച്ച് അതാദ്യം പറ്റി. ടെക്ടോണിക് ചലനങ്ങൾ മൂലമോ ഹിമാലയത്തിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലമോ അത് പൂർണ്ണമായും വറ്റിപ്പോയി. അല്ലാതെ ആ നദി ഒരിക്കലും അലഹാബാദിലേക്ക് ഒഴുകിയിട്ടില്ല. ആ നദി
രാജസ്ഥാനിൽ നിന്ന് അലഹാബാദിലേക്ക് ഒഴുകിയിരുന്നെങ്കിൽ ആര്യാവർത്തത്തെ നെടുകെ പിളർന്നായിരിക്കും ഒഴുകിയിരിക്കുക. അത് അവരുടെ അക്കാലത്തെ സാഹിത്യങ്ങളിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അത് ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന് 2300 വർഷം മുമ്പ് പാണിനി ചമച്ച അഷ്ടാധ്യായ എന്ന സംസ്കൃത വ്യാകരണം, അതിനൊരു കമൻ്ററി 2150 വർഷം മുമ്പ് പതഞ്ജലി എഴുതി. ആ മഹാഭാഷ്യത്തിൽ പതഞ്ജലി സൂചിപ്പിക്കുന്നത് സരസ്വതി നദി രാജസ്ഥാൻ മരുഭൂമിയോടടുത്ത് അപ്രത്യക്ഷമായി എന്ന് തന്നെയാണ്. അതാണ് ആര്യാവർത്തത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തി എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സരസ്വതി നദി അലഹാബാദിലേക്ക് രഹസ്യമായി ഒഴുകി വരുന്നുണ്ട് എന്നുള്ളതിന് 2100 വർഷം മുമ്പത്തെ ബ്രാഹ്മണ സാഹിത്യത്തിൽ വരെ തെളിവില്ല. എന്നാൽ വയറ്റുപിഴപ്പ് ബ്രാഹ്മൺസ് ആളെ കൂട്ടാനുണ്ടാക്കിയ ഈ പൊട്ടക്കഥയ്ക്ക് നല്ല പ്രചാരവും ഇന്നുണ്ട്. ഇനി ഈ ദ്വിവേണി സംഗമത്തിലെ സ്നാനത്തെപ്പറ്റി പറയാം. 2 നദികളും ചേരുന്ന അതിവിശാലമായ ഒരു ജലസമൃദ്ധി, അവിടെയാണ് കുളി നടക്കുന്നത്. അതിവിശാലമാണ് ഇരു കരകളും, അവിടെ ആളുകൾ നിറയെ നിൽക്കുന്നുണ്ട്. എന്തിനോ വേണ്ടി ആകാശത്ത് ഒരു ഹെലികോപ്റ്റർ വട്ടമിട്ട് പറക്കുന്നുണ്ടാവും. വെള്ളത്തിലിറക്കുന്ന ഭക്തർ, ഒരുപാട് ഭക്തർ വെള്ളത്തിലാണ്. അതുകൊണ്ട് ആ ഒരു മൈക്കിൻ്റെ അലമുറ, അതായത് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു മൈക്കിൻ്റെ അലമുറ അവിടെ കേൾക്കാം. നിങ്ങൾക്ക് നദിയിൽ ഇറങ്ങി മുങ്ങണോ? കാശ് വേണ്ട. പക്ഷേ പുണ്യം കൃത്യമായി കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. നദിയിലൂടെ തോണിയിൽ പോയി കൃത്യം സംഗമസ്ഥാനത്ത് തന്നെ മുങ്ങിയാൽ പുണ്യം ഉറപ്പാണ്. അങ്ങോട്ട് പോയി മുങ്ങാൻ ഒരാൾക്ക് 1000 മുതൽ 1500 രൂപ വരെ ചാർജ്. മോട്ടോർ ബോട്ടിൽ 2500 രൂപ. ഒരു വഞ്ചിയിൽ പരമാവധി 10 പേർ. അതിൽ കൂടുതൽ കയറ്റിയാൽ UP പോലീസുകാർക്ക് കൈക്കൂലിക്കുള്ള വകുപ്പായി. കരയിൽ നിന്ന് സംഗമസ്ഥാനത്തേക്കും അവിടെ നിന്ന് തിരിച്ചും തുഴയാൻ ഒരു തോണിക്കാരൻ 1.5 മണിക്കൂർ എടുക്കും. സ്നാനത്തിനുള്ള സമയവും ഇതിൽ പെടും. ചുരുങ്ങിയത് ഒരു 500 തോണിയെങ്കിലും ആളുകളെയും കൊണ്ട് ഗംഗയിൽ ഒഴുകി നടക്കുന്നുണ്ടാകും. ഒരു തോണി കരയ്ക്കെടുത്തപ്പോൾ ഞങ്ങൾ തുക പറഞ്ഞു ഉറപ്പിച്ചു. 5 തെലുങ്ക് ഭക്തന്മാർ കൂടി എവിടെ നിന്നോ വന്നു. ഞങ്ങൾ 10 പേരും സംഗമസ്ഥാനത്തേക്ക് തന്നെ പോയി. പുണ്യത്തിൽ കുറവ് വരരുത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല നിർബന്ധമുണ്ടായിരുന്നു. തോണി തുഴയുന്നവരുടെ മുഖത്തെല്ലാം പോഷകാഹാരക്കുറവ് പ്രകടമാണ്. അവരുടെ മുഖത്ത് ഒരു സന്തോഷവുമില്ല. എന്തുകൊണ്ടാണ് സന്തോഷമില്ലാത്തത്? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഞാനത് അന്വേഷിക്കാതിരുന്നില്ല. 10 പേരെ കൊണ്ടുപോകുന്ന തോണിയിൽ നിന്ന് 10,000 രൂപ വരുമാനം കിട്ടിയാൽ അവർക്ക് 2 പേർക്കും കിട്ടുക പരമാവധി 1000 രൂപയാണ്. മുതലാളിക്കുള്ളത്, ഇടനിലക്കാരനുള്ളത്, പോലീസിനുള്ളത് എല്ലാം അവർ തുഴഞ്ഞു വേണം ഉണ്ടാക്കാൻ. കോരന് എന്നും കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറയാറുണ്ടല്ലോ, അതിനൊരു മാറ്റവും ഇന്ത്യയിൽ വന്നിട്ടില്ല. ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ് ഇവർ തോണി അടുപ്പിക്കുന്ന സ്ഥലത്ത് പുഴയുടെ കാഴ്ച മറയും. കാരണം അവിടെ തിങ്ങിക്കൂടിയ വഞ്ചികൾ നമ്മുടെ അകലേക്കുള്ള നോട്ടത്തെ ബ്ലോക്ക് ചെയ്യും. അത്രയ്ക്കധികമാണ്. നമ്മുടെ വഞ്ചി മറ്റു വഞ്ചികൾ ഇടിച്ച് ചെന്നാണ് നിൽക്കുക. ഇടിച്ചേ നിർത്താവൂ, അതാണ് നിർബന്ധം. പക്ഷേ അതൊരു രസകരമായ അനുഭവമാണ്. നമ്മുടെ വഞ്ചിയിൽ നിന്ന് മറ്റു വഞ്ചികളിലൂടെ ചാടി ചെന്ന് വേണം നമുക്ക് നദിയിലേക്ക് ഇറങ്ങാൻ. അത് മറ്റൊരു രസകരമായ അനുഭവം. നദിയിൽ പുണ്യം കൃത്യമായി കിട്ടുന്നയിടത്ത് മുട്ടിൻ്റെ പൊക്കത്തിൽ മാത്രമേ വെള്ളമുള്ളൂ. അത് ഭാഗ്യമായി, അല്ലെങ്കിൽ കുറേ പേർ അങ്ങനെയും ചത്തുപോയേനെ. ഭക്തരെല്ലാം മുട്ടോളം വെള്ളത്തിൽ നിന്ന് ഭക്തി പുരസരം മുങ്ങുന്നു. അവർക്ക് തന്നെ മനസ്സിലാവാത്ത സംസ്കൃതത്തിൽ എന്തൊക്കെയോ പുലമ്പുന്നു, വീണ്ടും മുങ്ങുന്നു. അവർക്ക് പുണ്യം ഉടനടി കിട്ടുന്നു. ആകെയുള്ള വിഷമം തനിക്ക് കിട്ടിയ പുണ്യം തൊട്ടടുത്ത് മുങ്ങുന്നവനും കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇങ്ങനെ വഞ്ചികളിലൂടെ ചാടിപ്പോയി ആ സംഗമത്തിൽ ഇറങ്ങാനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടായില്ലല്ലോ. മടിയന്മാർക്കും പറ്റില്ല, യുക്തിവാദികളും പോകില്ല. അതായത് ഭക്തിയുള്ളവർ വഞ്ചിക്കരികിൽ തന്നെ ചാടി മുങ്ങും. എവിടെ മുങ്ങുന്നവനും തുപ്പുന്നത് നദിയിലേക്ക് തന്നെയാണ്. മുങ്ങലും തുപ്പലും ഇരട്ടപ്പറ്റതാണോ? ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും പ്രിപ്പയർഡായല്ല ഈ തോണിയിൽ വന്ന് കയറുന്നത്. രസത്തിന് വരുന്നവരുണ്ട്, എന്നെ പോലെ ചാനലിന് വേണ്ടി വരുന്നവരുണ്ട്. വന്ന നിലയ്ക്ക് ഫ്രീ ആയി കിട്ടുന്ന പുണ്യം കളയണോ എന്ന് ചിന്തിച്ച് ഷർട്ടും പാൻറ്റും ഊരി വെച്ച് ഒരു തോർത്തുമെടുത്ത് അങ്ങോട്ട് മുങ്ങും. കുളി കഴിഞ്ഞാൽ അണ്ടർവയർ ബാലൻസ്. ആ അണ്ടർവയർ നന്നായി പിഴിഞ്ഞ് വെള്ളം ഗംഗയ്ക്ക് തിരിച്ചു കൊടുക്കും. വെള്ളം ജെട്ടിയിൽ കൊണ്ടുപോകാൻ അവർക്ക് ഇഷ്ടമില്ല. ഗംഗാജലം പുണ്യാഹമാണ്. അത് കളക്ട് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആയിരക്കണക്കിന് ജഗ്ഗുകളുടെ കച്ചവടം ഉണ്ട്. തൻ്റെ കൺമുന്നിൽ ചിലർ ജെട്ടി പിഴിഞ്ഞൊഴിക്കുന്നത് കണ്ടിട്ടും അതിനടുത്ത് നിന്ന് ഗംഗാജലം സംഭരിക്കുന്ന ഭക്തർക്ക് മാത്രമേ ഭാരതീയ സംസ്കാരത്തിൻ്റെ യഥാർത്ഥ പൈതൃകം അവകാശപ്പെടാൻ അർഹതയുള്ളൂ. അതാണ് സത്യം. എന്നിട്ടും കോടിക്കണക്കിന് ആളുകൾ ഇതിനകം തന്നെ ആ അർഹത നേടിക്കഴിഞ്ഞു.
കോടിക്കണക്കിന് പേർ മുങ്ങിക്കഴിഞ്ഞ ഗംഗാജലത്തിൽ എത്രമാത്രം ബാക്ടീരിയ ഉണ്ട് എന്ന് ചോദിക്കരുത്, ബാക്ടീരിയ കഴിച്ച് എത്ര വെള്ളമുണ്ട് എന്ന് മാത്രം ചോദിച്ചാൽ മതി. എൻ്റെ മലയാളി സുഹൃത്തുക്കളിൽ 2 പേർ അക്വാഫിനയുടെ ബോട്ടിലിൽ വെള്ളം ശേഖരിച്ചു. ഒരുത്തൻ്റെ അമ്മാനച്ഛൻ മരിക്കാൻ കിടക്കുകയാണ്. അല്ലലറിയാതെ മൃത്യുവെ പുൽകാൻ അത് ഉപകരിക്കുമെന്ന് പറഞ്ഞാണ് പുള്ളി അത് കൈപ്പിടിച്ചത്. ദുഷ്ടാ, ഇന്ത്യയിൽ ദയാവധം നിയമവിരുദ്ധമാണടാ. പുഴയ്ക്ക് സമാന്തരമായി താൽക്കാലികമായി ഉണ്ടാക്കിയ വിസ്തൃതമായ ഒരു മണൽപ്പാതയുണ്ട്. അതിൻ്റെ ഇരുവശവും കച്ചവടങ്ങളുണ്ട്. വലിയവന് വന്ന് താമസിക്കാനുള്ള ടെൻറ്റുകൾ അവിടെ പണിതിട്ടിരിക്കുന്നു. ടെൻറ്റുകളുടെയും വലിയ ഷോപ്പുകളുടെയും പ്രവാചന കവാടത്തിൽ മോദിജിയും യോഗിജിയും ഫ്ലെക്സിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. ATM കൗണ്ടർ പോലുള്ള കൗണ്ടറിൽ ശുദ്ധജല വിതരണമുണ്ട്. എണ്ണത്തിൽ കുറവാണെങ്കിലും അത് ഫ്രീ ആണ്. ടോയ്ലറ്റ് സൗകര്യങ്ങൾ ടെലഫോൺ ബൂത്ത് പോലെ ബയോ ടോയ്ലറ്റ് നിറച്ചു വെച്ചിട്ടുണ്ട്. 10 എണ്ണത്തിന് ഒരാളെന്ന നിലയിലെങ്കിലും ഒരു ക്ലീനർ ഉണ്ട്. അയാൾ 1 ഇഞ്ച് പൈപ്പും പിടിച്ച് വെള്ളം തൂറ്റിച്ച് എല്ലാം സമയാസമയം വൃത്തിയാക്കുന്നു. സത്യത്തിൽ അവിടെ മര്യാദയ്ക്ക് നടക്കുന്ന ഏക പ്രവൃത്തി അതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതിനാൽ ഈ പ്രവൃത്തി അഭിനന്ദനം അർഹിക്കുന്നു. ഏറ്റവും അരോചകമായി തോന്നിയത് VIP-കളുടെ വരവും പോക്കുമാണ്. ത്രിവേണി സംഗമത്തിലേക്കുള്ള വഴിയിൽ 10 കിലോമീറ്റർ മുമ്പ് സാധാരണക്കാരായ ഭക്തരെ മുഴുവൻ കാറിൽ നിന്ന് ഇറക്കി നടത്തിക്കും ഈ UP പോലീസ്. എന്നാൽ അവർക്ക് VIP-കളുടെ കാർ കടത്തിവിടാൻ ഒരു മടിയുമില്ല. അങ്ങനെയാണ് അവർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. നടക്കാൻ പറ്റാത്തവരടക്കം അവരൊക്കെ ബാറ്ററി വണ്ടിയോ ബൈക്കൊക്കെ ഒന്ന് പിടിച്ച് ഒരുവിധം പുഴയ്ക്കയുടെ കരയിലെത്തുമ്പോൾ കാണാം നിറയെ കാറുകൾ അവിടെ കിടക്കുന്നു. റോഡിലൂടെ നാം തിങ്ങിക്കൂടി നടന്നു പോകുമ്പോൾ വരിവരിയായി കാറുകൾ നമ്മൾ നടക്കുമ്പോൾ ഈ കാറുകൾക്ക് ചിലപ്പോൾ ഒരു ശല്യമായി വരും. അന്നേരം കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ഐഡൻറ്റി കാർഡ് ഇട്ട ഒരു ഉദ്യോഗസ്ഥൻ, ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഭക്തരെ ചീത്ത പറയും. നമ്മളത് കേൾക്കൊന്നുമില്ല. കാരണം പൊടി അകത്ത് കടക്കാതിരിക്കാൻ കാറിൻ്റെ ചില്ലുകൾ അവർ അടച്ചിട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അതും കേൾക്കേണ്ടി വന്നേനെ. BJPക്കാണെങ്കിൽ VIP-കൾ വല്ലാതെ കൂടിയുള്ള കാലമാണിത്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് അവരാണ്. MLA ആയും ജില്ലാ മേഖലാ കാര്യവാഹുകളായും ജഡ്ജിമാരായും IAS-കാരായും ഡോക്ടറായും എഴുത്തുകാരായും ചുരുങ്ങിയത് 1 ലക്ഷം VIP-കൾ അവിടെ വന്നിട്ടുണ്ട്. ഭാര്യയും മക്കളുമായി അവർ പാവം ഭക്തരെ കീറി മുറിച്ചു പായുകയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഭരണഘടന ഉറപ്പുവരുത്തിയ സമത്വം എന്നതിനെപ്പറ്റി ഒരു ചുക്കും ഈ BJP സർക്കാരിന് അറിയില്ല, അല്ലെങ്കിൽ അവർ പാലിക്കുന്നുമില്ല. അങ്ങനെ ഒന്നുണ്ട് എന്ന കാര്യം ആ പാവങ്ങൾക്കും അറിയില്ല. എന്തിനും ഏതിനും ഇസ്ലാമിനെ ചൂണ്ടിക്കാട്ടി അവരെ പേടിപ്പിച്ച് അവറ്റകളുടെ വോട്ട് വാങ്ങി പെട്ടിയിലിടുക, പാവങ്ങളും പണക്കാരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുക, ഇതല്ലാതെ ഒന്നും നമ്മൾ ഇന്നത്തെ ഉത്തരേന്ത്യയിൽ കാണുന്നില്ല. കുംഭമേളയിലെ സാധാരണ ദിവസങ്ങളിൽ VIP-കൾക്ക് കടന്നു പോകാൻ ചെറിയ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. പക്ഷേ പൗർണമി പോലുള്ള ദിവസങ്ങളിൽ അതല്ല. അന്ന് മുങ്ങിയാൽ പുണ്യം 10 ഇരട്ടിയാണ്, 100 ഇരട്ടിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നവരുമുണ്ട്. അതിനൊത്ത ജനസമുദ്രം വന്നു വരും. അവർ റോഡ് നിറഞ്ഞ് നടക്കും. പബ്ലിക് റോഡിലൊന്നുമല്ല, അതായത് ബസ് പോകുന്ന സ്ഥലത്തൊന്നുമല്ല ഈ നടത്തം. സംഗമസ്ഥാനത്തേക്ക് നടക്കാൻ വേണ്ടി പണിത താൽക്കാലിക റോഡിലൂടെ തന്നെയാണ്, മണൽ റോഡിലൂടെയാണ് അവർ നടക്കുന്നത്. പക്ഷേ അതുമൂലം VIP-യും കാറും വഴിയിൽ കിടക്കും. ഒരു BJP നേതാവോ ഒരു BJP വ്യവസായിയോ വഴിയിൽ കിടക്കുന്നത് ഒരു BJP സർക്കാരിനെ കുറച്ചിലല്ലേ? AC കാറിലിരുന്ന് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഏത് ഭരണാധികാരിക്കും സഹിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടി സാധാരണ ഭക്തരെ ചെറുതായി ഒന്ന് തടയേണ്ടി വരും. ആളുകൾ തിങ്ങി നിറഞ്ഞു വരുന്ന റോഡിൻ്റെ പകുതി ഭാഗം VIP-കൾക്ക് വേണ്ടി പോലീസ് തടയും. അതോടെ ആളുകൾ മുഴുവൻ ബാക്കി ഭാഗത്തേക്ക് തിങ്ങി ഞെരുങ്ങേണ്ടി വരും. ചിലർ വീഴും, അവരുടെ മേലെ മറ്റാളുകൾ ചവിട്ടിപ്പോകും. എത്ര പേർ ചതഞ്ഞ് മരിച്ചിട്ടുണ്ടാകുമെന്ന് ആർക്കറിയാം? ഒന്നറിയാം, എല്ലാം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. BJP നന്നായാൽ നാട് നന്നായി, അല്ലെങ്കിൽ VIP നന്നായാൽ നാട് നന്നായി എന്ന് ആത്മാർത്ഥമായും ആ പാവങ്ങൾ വിശ്വസിക്കുന്നു. സത്യമായും അതാണ് അവിടുത്തെ ആളുകളുടെ ഒരു മനോഭാവം. തുല്യത, സമത്വം, ഇക്വാലിറ്റി എന്ന ആശയങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടേയില്ല. മലയാളികളെ ഇവരുമായി കമ്പയർ ചെയ്യാൻ പോലും സാധ്യമല്ല. മുക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇക്കാര്യത്തിലെങ്കിലും യഥാർത്ഥ ആധുനിക പൗരന്മാരാണ്. കേരളത്തിലെ പൗരബോധം, നമ്മൾ എല്ലാവരും തുല്യരാണ് എന്ന ഒരു ബോധം. ദിലീപ് എന്ന സിനിമാ നടൻ ഈയിടെ ശബരിമലയിലെത്തിയപ്പോൾ പ്രത്യേക പരിഗണന കൊടുത്തതിനെ ചോദ്യം ചെയ്യുന്ന ഒരു മനോഭാവം, മാപ്രകൾ എന്ന് നമ്മൾ കളിയാക്കി വിളിക്കുന്നവർ ഇത്തരം വിഷയങ്ങൾ കാണിക്കുന്ന ജാഗ്രത, ഇതൊന്നും ഇവരുടെ അയൽപ്പക്കത്ത് കൂടെ പോയിട്ടില്ല. അവിടുത്തെ മീഡിയയിൽ പ്രവർത്തിക്കുന്ന പുതിയ തലമുറ പോലും തുല്യത എന്ന ആശയം നടപ്പാക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് കരുതുന്നില്ല. ഐ ഫീൽ സോ. നമ്മുടെ ഭക്തന്മാർ എന്തുകൊണ്ടാണ് ആൾക്കൂട്ടം ഉള്ളിടത്ത് പോകാൻ ഇഷ്ടപ്പെടുന്നത്? ചവിട്ട് കൊണ്ട് ചത്താൽ നാട്ടേക്ക് പുണ്യം എന്ന് കരുതിയിട്ടാണോ? അതോ
ഡോക്കിൻസ് പറഞ്ഞതുപോലെ ദൈവവിഭ്രാന്തി മൂലമാണ്. എനിക്ക് വൺ വേർഡ് ഉത്തരങ്ങളൊന്നും അപ്പോൾ കിട്ടിയില്ല. ഞാൻ നാഗപ്പൂരിൽ നിന്ന് കേരള എക്സ്പ്രസ്സിൽ കയറി നാട്ടിലേക്ക് തിരിച്ചു. വെള്ളിയാഴ്ച, അതായത് ഫെബ്രുവരി 21 കാലത്ത് 6 മണിയായപ്പോൾ വണ്ടി തിരുപ്പതി സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും 5-6 തമിഴ് ഭക്തർ കയറി. തിരുപ്പതി ഭഗവാനെ കാണാൻ പോയി വരുന്നവരായിരുന്നു അവർ. വളരെ സ്നേഹത്തോടെ അവർ നമ്മളോട് സംസാരിക്കാനിരുന്നു. ട്രെയിനിൽ വെച്ച് കഴിക്കാനായി അവർ കുറച്ച് ഫുഡ്, പൊങ്കലും ഇഡ്ഡലിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് തന്നു, ഞാനത് കഴിച്ചു. ഞാനപ്പോൾ ചോദിച്ചു, നിങ്ങൾ കുംഭമേളയ്ക്ക് പോയില്ലേ? ഉത്തരം പറഞ്ഞത് വെള്ള ഷർട്ടിട്ട ഒരു 40-കാരനായിരുന്നു. അദ്ദേഹം പറയാണ്, ചിലർ ജ്യോത്സ്യം വെച്ച് ഒരു ദിവസം നിശ്ചയിക്കുന്നു, അന്ന് ഭഗവാനെ പോയി തൊഴുതാൽ പുണ്യം കിട്ടുമെന്ന് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ മറ്റുള്ളവർ നിശ്ചയിക്കുന്ന ദിവസമല്ല ഞങ്ങൾ ഭഗവാനെ തൊഴുന്നത്. ഒരു പ്രത്യേക ദിവസം തന്നെ വന്ന് കാണണമെന്ന് ഒരു ഭഗവാനും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ വളരെ നിമ്മതിയായി ഇരിക്കുന്ന സമയം ഭഗവാനെ പോയി കാണണം, അതാണ് ശരി. തിക്കി പോയി നമ്മളെന്തിനാണ് ഭഗവാനെ ബുദ്ധിമുട്ടിക്കുന്നത്? സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞത് ഒരു ഭക്തനാണ് എന്നോർക്കണം. ഈ ഒരു ഭക്തൻ്റെ നിലവാരത്തിലെങ്കിലും ഉയരാൻ നമ്മുടെ എല്ലാതരം മതഭക്തർക്കും കഴിഞ്ഞെങ്കിലെന്ന് വെറുതെ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ കുറിപ്പ് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.